എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് ഷിഹാബ്. വീട്ടിൽ ഉമ്മായും 3 പെങ്ങന്മാരും എന്റെ കെട്ടിയോളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. വാപ്പ നേരത്തെ മരിച്ചുപോയി. തടിക്കച്ചവടമായിരുന്നു വാപ്പായ്ക്ക് ജോലി. രാത്രിയിൽ ആഹാരമെല്ലാം കഴിച്ച് ഉറങ്ങാൻ പോയി കിടന്ന ആളാണ്. പിറ്റേന്ന് ഉമ്മയുടെ നിലവിളി കേട്ടാണ് ഉണർന്നത്. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. വലുതായിട്ടൊന്നും സമ്പാദിക്കാതെയാണ് വാപ്പ പോയത്. 20 സെന്റ് ഭൂമിയും അതിലൊരു കൊച്ചു വീടും പിന്നെ ഞങ്ങൾ 4 മക്കളും. അതായിരുന്നു ബാപ്പായുടെ സമ്പാദ്യം. ബാപ്പ പോയതോടുകൂടി കുടുംബഭാരം എന്റെ ചുമലിലായി. വയറിങ്ങിന്റെ ജോലിയായിരുന്നു എനിക്ക്. ആദ്യമൊക്കെ ശരിക്കും വർക്കുണ്ടായിരുന്നു. പിന്നെ വർക്ക് കുറഞ്ഞു. കാരണം ഈ മേഖലയിൽ ആള് കൂടി. പെങ്ങന്മാരിൽ മൂത്തത് 2 പേരും ഒരേപോലെ വളർന്നു. ഞാൻ പോയി എവിടുന്നെങ്കിലും വിവാഹം ചെയ്താൽ അവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ഒരെണ്ണത്തിനെയെങ്കിലും ഇറക്കിവിടാം. അങ്ങനെയാണ് ഞാനും ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയത്. വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും നമുക്ക് പറ്റിയ ഒരു ബന്ധം. അങ്ങനെ എന്റെ നിക്കാഹ് നടന്നു. പെണ്ണ് നാദിറ. അവിടുന്ന് കിട്ടിയതും ബാക്കി കടമെല്ലാം ഒപ്പിച്ച് ഒരു പെങ്ങളെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു. ഇനി എന്ത് ചെയ്യും? നാട്ടിൽ നിന്നാൽ ഒരു രക്ഷയുമില്ല. അങ്ങനെ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട സുബൈർക്ക എനിക്കൊരു വിസ അയച്ചു തന്നു. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പറന്നു. എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. ഞാൻ ഗൾഫിൽ വന്നിട്ട് 4 വർഷവും. ആദ്യത്തെ ലീവിന് നാട്ടിൽ ചെന്നത് ഒരു ഫാമിലി വിസയും സംഘടിപ്പിച്ചുകൊണ്ടാണ്. 2 വർഷം ഗൾഫിൽ കിടന്നുണ്ടാക്കിയതും വീണ്ടും കുറച്ച് കടവും മേടിച്ച് രണ്ടാമത്തെ പെങ്ങളെയും നിക്കാഹ് ചെയ്തു വിട്ടു. ഇനിയും ബാധ്യതകൾ കിടക്കുകയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് നാദിറയും കൂട്ടി ഞാൻ വീണ്ടും ഗൾഫ് രാജ്യത്ത് ലാൻഡ് ചെയ്തു. എനിക്കിപ്പോൾ 35 വയസ്സും നാദിറയ്ക്ക് 29 വയസ്സുമുണ്ട്. ഞാൻ എന്റെ കെട്ടിയോളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്തു തൊടുത്ത ഒരു മാദക തിടമ്പ് തന്നെ എന്ന് പറയാം. അവളുടെ എല്ലാ അവയവങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെ. ആര് കണ്ടാലും ഏത് പുരുഷനെയും ഒന്ന് മോഹിപ്പിക്കും. ഞാനും അവളും കൂടി പുറത്തൊക്കെ പോയാൽ അറബികളും പുരുഷ കേസരിമാരും കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തിവലിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവൾക്കും അതൊക്കെ കാണുന്നത് വലിയ താല്പര്യമാണ്. കാരണം അവൾക്കറിയാം അവളെ കാണാൻ വലിയ തരക്കേടില്ലെന്ന്. എന്തായാലും നാട്ടിൽ അവളെ നിർത്താൻ എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ അതിലപ്പുറം. പട പേടിച്ചു പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന പോലെയായി. എന്റെ കണ്ണിന് യാതൊരു റെസ്റ്റുമില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഓണർ അറബി വാടക പിരിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ നാദിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അറബിയോട് ഞാൻ വീട്ടിലില്ല എന്ന് പറഞ്ഞു. അറബി നാദിറയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഷിഹാബ് വരട്ടെ, അതുവരെ ഞാനിവിടെ ഇരിക്കാം. നാദിറ പേടിച്ച് അകത്തു പോയിരുന്ന് മൊബൈലിൽ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അവളെ സമാധാനപ്പെടുത്തി. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്തി. ഞാൻ കയറി വന്ന പാടെ അറബി എന്നോട് ചോദിച്ചു, ഇതാണോ നിന്റെ ഭാര്യ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം, സൂപ്പർ. അത് കേട്ട് ഞാനൊന്ന് ചൂളി. പെട്ടെന്ന് അറബി എന്നോട് പറഞ്ഞു, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന്. ഞാൻ വെള്ളമെടുക്കാൻ എഴുന്നേറ്റപ്പോൾ അറബി പറഞ്ഞു, നീ അവിടെ ഇരിക്കേ, നിന്റെ ഭാര്യയോട് പറ ഇച്ചിരി വെള്ളമെടുക്കാൻ. അത് കേട്ടതും എനിക്ക് അയാളോട് വല്ലാത്ത അമർഷം തോന്നി. ഇയാളുടെ മട്ട് കണ്ടിട്ട് ഇയാൾ ഇപ്പോൾ തന്നെ അവളെ കയറി വല്ലതും ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചു. ഞാൻ തല നീട്ടി അകത്തേക്ക് നോക്കി നാദിറയെ വിളിച്ചു. അവളുടെ മുഖം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. കുറച്ച് വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞു. അവൾ അകത്തുപോയി കുറച്ച് വെള്ളവുമായി വന്നു. ഞാനത് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അറബി പറഞ്ഞു, വേണ്ട, അവൾ തന്നെ എനിക്ക് ഒഴിച്ചു തരട്ടെ. ഞാനൊന്നും മിണ്ടാതെ നിന്നു. അറബിയുടെ കണ്ണുകൾ നാദിറയുടെ പ്രൊജക്ട് ചെയ്തു നിൽക്കുന്ന ഭാഗത്തെല്ലാം കണ്ണുകൊണ്ട് ഒഴിയുകയായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അറബിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അവൾ ഒരു ടൈറ്റ് ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. വെള്ളം ഒഴിച്ച് അറബിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അറിയാത്ത രീതിയിൽ അയാൾ അവളുടെ വിരലുകളെ സ്പർശിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. വെള്ളം കുടിച്ച ഗ്ലാസ് മേടിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നപ്പോൾ അവളുടെ പിന്നഴകിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അറബി. എന്നിട്ട് അയാൾ വീണ്ടും എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യ അതിസുന്ദരിയാണ് കേട്ടോ. ഞാനൊന്ന് മൂളി. അതിനുശേഷം അറബി എന്നോട് പറഞ്ഞു, ഞാനിവിടെ അല്പനേരം കൂടി ഇരുന്നോട്ടെ. എന്റെ കൂടെ വന്ന പയ്യൻ വാടക പിരിക്കാൻ പോയിരിക്കുകയാണ്. അവൻ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാടക പിരിക്കാൻ പോയ പയ്യൻ വന്നു.
കറുത്ത് കരിയിട്ടി പോലിരിക്കുന്ന ഒരു സുഡാനി പയ്യൻ. അവന്റെ ആ ബോഡി സ്ട്രക്ചർ കണ്ട് വാതുക്കൽ നിന്ന നാദറ അവനെ ആവേശത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അവളും ചിരിച്ചു. അറബി അവനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി കേട്ടോ, ഇവൻ സാധിച്ചു തരും. കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ നാദറ എന്നോട് പറഞ്ഞു, ഇക്ക ആ പയ്യന്റെ ബോഡി സ്ട്രക്ചർ കണ്ടോ, എന്താ ഒരു ശരീരം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നേതോ, കൊള്ളാമല്ലോടി നീ. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു കാണും. അന്ന് വന്ന സുഡാനി പയ്യൻ കുറെ പണിക്കാരുമായി വീട്ടിൽ വന്നു. വീട് പെയിന്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ്. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പണിയുടെ ഇടയിൽ അവൻ നാദറായിട്ട് ചില കുശലാന്വേഷണങ്ങളൊക്കെ പറയുന്നത് കണ്ടു. അവളും അതിന് വലിയ താല്പര്യത്തോടെയാണ് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അറബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ എന്റെ വീട്ടിലേക്ക് വരുന്നെന്ന്. ഞാൻ വീട്ടിൽ കാണണം, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അയാളെയും കാത്ത് വീട്ടിൽ തന്നെ നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞു കാണും. അറബിയുടെ കാർ വീടിന് മുൻപിൽ വന്ന് നിന്നു. വീട്ടിലേക്ക് വന്ന് അകത്ത് കയറി. ഞങ്ങൾ പലതും സംസാരിച്ചു. അതിനിടയിലാണ് അറബി ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അയാൾക്ക് നാദറായെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അവളെ ഒന്ന് വേണമെന്ന്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഒരേ ഒരു പ്രാവശ്യം. പകരം ഞാൻ നിനക്ക് ഈ വീട് വാടകയില്ലാതെ താമസിക്കാൻ തരും. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. മാത്രമല്ല, നിനക്ക് ശമ്പളവും ഞാൻ കൂട്ടിത്തരും. പിന്നെ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പും തരാം. നീ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ മതി. അറബി പറഞ്ഞു നിർത്തി. ഞാനിതെല്ലാം കേട്ട് ഒരു പ്രതിമ കണക്കെ അവിടെ തന്നെ ഇരുന്നു പോയി. സ്വല്പം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് കയറി. അപ്പോൾ വാതിൽക്ക മറഞ്ഞു നിന്ന് നാദിറ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ വിഷണ്ണനായിട്ടാണ് അകത്തേക്ക് കയറിയത്. ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? അവൾ ഇതെല്ലാം കേട്ടിരിക്കുന്നു. ഞാൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാദിറ എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇക്ക നമ്മൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, സാമ്പത്തികമായും അല്ലാതെയും. ഇനി ഇക്കായ്ക്ക് കെട്ടിച്ചു വിടാൻ ഒരു പെങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല, മൂത്ത പെങ്ങളെ അയച്ചതിന്റെ കടങ്ങൾ ഇനിയും ബാലൻസ് കിടപ്പുണ്ട്. അതുമാത്രമോ, നമ്മൾക്ക് നല്ലൊരു വീടൊക്കെ വെക്കണ്ടേക്ക. ഇത് നല്ലൊരു അവസരമാണ്. നമ്മളിത് കളഞ്ഞു കുളിക്കരുത്. ഞാൻ അത്ഭുതത്തോടെ നാദിറയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഇക്ക വിഷമിക്കണ്ട, കുറച്ചു സമയത്തെ കാര്യമല്ലേ ഉള്ളൂ ഇക്ക, ആരറിയാനാ. ഇത് നമ്മൾക്ക് പടച്ചവൻ കൊണ്ടുതന്ന ഒരു മഹാഭാഗ്യമായിക്ക. ഇക്ക ഒന്ന് കണ്ണടച്ച് നിന്നാൽ മതി. എന്നാലും എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും മോളെ? ഞാൻ ചോദിച്ചു. അവൾ എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഹാളിലേക്ക് വന്നു. അപ്പോൾ അറബി വലിയ ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചു, എന്ത് തീരുമാനിച്ചു ഷിഹാബേ? ഞാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ഉടനെ അറബി പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്, നാളെ ഞാൻ അതിന്റെ എല്ലാ പേപ്പറുമായിട്ട് വരാം. അതും പറഞ്ഞ് എന്തോ നിധി കിട്ടിയ സന്തോഷം കണക്കെ ഇറങ്ങിപ്പോകുന്ന അറബിയെ നോക്കി ഞാൻ നിർവികാരതയോടെ നിന്നു. പിറ്റേന്ന് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ അറബിയുടെ കാർ വീടിന്റെ മുൻപിൽ വന്ന് നിന്നു. അറബി കാറിൽ നിന്നും ഇറങ്ങി. കയ്യിലൊരു ഫയലും ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് കയറി വന്ന അറബിയെ ഞാൻ സ്വീകരിച്ചിരുത്തി. നാദിറയും വലിയ ഉന്മേഷവതിയായി കാണപ്പെട്ടു. ഹാളിൽ കയറിയിരുന്ന അറബി ഫയൽ തുറന്ന് അതിൽ നിന്നും കുറച്ച് പേപ്പർ എടുത്ത് ടീപ്പോയിൽ വെച്ച് ഓരോന്നിലും ഒപ്പിട്ടു. ബിസിനസ്സിലെ ഒരു ഷെയറും ജോലിയിലെ ശമ്പളം കൂട്ടിയതും അങ്ങനെ എല്ലാം പേപ്പറിലും അറബി ഒപ്പിട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു അതൊക്കെ. എല്ലാം കഴിഞ്ഞപ്പോൾ അറബി എന്നോട് പറഞ്ഞു നാദിറയെ ഒന്ന് വിളിക്കാൻ. ഞാൻ നാദിറയെ വിളിച്ചു. നാദിറ കേൾക്കേണ്ട താമസം ചിരിച്ചുകൊണ്ട് അകത്തു നിന്ന് ഇറങ്ങി വന്നു. ആ പേപ്പറെല്ലാം നാദിറയുടെ കയ്യിലേക്ക് അറബി വെച്ചു കൊടുത്തു. അവളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി മറിച്ചു നോക്കി. സന്തോഷമായോ നാദിറയ്ക്ക്? അറബി ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ഞാൻ അറബിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട അവസ്ഥയിൽ ആവേശത്തോടെ നാദിറയെ അടിമുടി ഒഴിയുന്നത് ഞാൻ കണ്ടു. നാണം കൊണ്ട് നാദിറ തല കുനിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഞാൻ അതും പറഞ്ഞ് അകത്ത് പോയി റെഡിയായി ഇറങ്ങി. ഈ സമയം അകത്ത് അറബിയും നാദിറയും തമ്മിൽ
അരങ്ങ് തകർക്കാനുള്ള ശ്രമവും തുടങ്ങി.